കോൺഗ്രസിനകത്തെ തരൂർ ആക്രമണമാണ്, മലയോര മേഖലയിലെ ആക്രമണം എന്ന് പറഞ്ഞാൽ. അതെ അതെ, അത് പല രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കുള്ളിൽ ഒരു നേതാവിൻ്റെ അഭാവം കേരളത്തിലുണ്ട്. ഇങ്ങനെ പോയാൽ 26-ലും കേരളത്തിൽ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും. വേറെ ആരും അല്ല പറയുന്നത്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂരാണ്. എക്കാലത്തും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള പവർ ഉപയോഗിച്ചിട്ടുണ്ട്. കെ ആന്റണി ആയാലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ കരുണാകരനായാലും കോൺഗ്രസിലെ രാഷ്ട്രീയത്തെ കേരളത്തിൽ ലീഡ് ചെയ്തു പോയത്. അതേ സ്ഥാനത്തിരിക്കുന്ന ശശി തരൂരാണ് സംസ്ഥാന നേതൃത്വത്തെ, ദേശീയ നേതൃത്വത്തെ ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്നത്. കേരളത്തിലൊരു പ്രധാന നേതാവില്ല, എനിക്ക് സ്വാധീനമുണ്ട്, അത് കോൺഗ്രസിന് പുറത്തെ പ്രവർത്തകരുടെ സ്വാധീനമാണ്, അവരുടെ സ്വാധീനത്താലാണ് ആ വോട്ട് കിട്ടിയിട്ടാണ് ഞാൻ ജയിച്ചത്. അത് വേറെ രീതിയിൽ മനസ്സിലാക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടതുമാണ്. കോൺഗ്രസിനകത്തോ അല്ലെങ്കിൽ കോൺഗ്രസിന് പുറത്തോ ശശി തരൂരിന് ഏത് രീതിയിൽ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടിംഗ് നിലയൊക്കെ വെച്ച് പരിശോധിച്ചാലും തെരഞ്ഞെടുപ്പിലെ സാഹചര്യം വെച്ച് പരിശോധിച്ചാലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള തലവേദനയായി മാറുന്നു ശശി തരൂർ കോൺഗ്രസിന് എന്നുള്ളത് തന്നെയാണ്. പ്രതികരിക്കാനും വയ്യ, പ്രതികരിക്കാതിരിക്കാനും വയ്യ. ഇന്നതിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് വിജിനാണ് നമ്മളുടെ കൂടെ ചേരുന്നത്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിജിൻ. ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രതിപക്ഷ നേതാവൊക്കെ നോ കമൻറ്റ്, പ്രതിപക്ഷ നേതാവ് നോ കമൻസ് എന്നാണ് പറഞ്ഞത്. കെ സി വേണുഗോപാൽ തുടക്കത്തിൽ വല്ലാതെ മാധ്യമപ്രവർത്തകർ ചെന്നപ്പോൾ അസ്വസ്ഥനായി. പിന്നീട് പത്തനംതിട്ടയിൽ സംസാരിക്കുമ്പോൾ മുനവെച്ച് എന്ന് നമ്മൾ പറയും പോലെ, അല്ലെങ്കിൽ ഒളിയമ്പ് എന്നൊക്കെ പറയും പോലെ തരൂരിനെതിരെ പറയുന്നതൊക്കെ തരൂരിനെയാണ് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരുന്നു. ഈ പുതിയ എപ്പിസോഡിൽ ആദ്യമുണ്ടായത് കേരളത്തിൻ്റെ മുന്നേറ്റത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ട് തരൂരെടുത്ത പൊസിഷനാണ്. ഇന്നലെ നമ്മളാണ് ആ വാർത്ത ആദ്യം കൊടുത്തത് രാവിലെ. ആ വാർത്തയിൽ ഇതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ സമയത്തായിരുന്നു, അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തെ, അതെ ആ സമയത്താണ് നമ്മളത് അവിടെ നിന്ന് ഏറ്റവും ആദ്യം കൊടുത്തത് നമ്മളാണ്. അന്നും ഇങ്ങനെ തന്നെയായിരുന്നു. കേരളത്തെ സംബന്ധിച്ച ഒരു നല്ല വാചകങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായപ്പോൾ അത് വാർത്തയായി, പിന്നീട് അത് വിവാദമായി മാറി. വിജിൻ, ആ നിലയിൽ തുടങ്ങിയതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തരൂരിൻ്റെ വിമർശനം. അതിൻ്റെ തുടർച്ച എങ്ങനെയാണ്? കേരളത്തിലെ നേതാക്കൾ എന്താണ് ആലോചിക്കുന്നത്? നേരത്തെ വിനിഷ പറഞ്ഞല്ലേ, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് തരൂർ എന്നൊരു പ്രശ്നം കേരളത്തിലെ നേതാക്കൾ നേരിടുന്നുണ്ട്. അതിൻ്റെ ഒരു പൊസിഷൻ ഇപ്പോൾ ചില ബോധ്യമൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ പോലെ കടന്നാക്രമിക്കാനൊന്നും തയ്യാറാകാതെ നിൽക്കുകയാണ് നേതാക്കൾ പലരും. തീർച്ചയായും ശരത്ത്, ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വാക്കുകൾ തന്നെ എടുത്താൽ, നോ കമൻസ് എന്ന വാക്കുകൾ തന്നെ എടുത്താൽ അതിൽ എല്ലാമുണ്ട്. എത്രമാത്രം പ്രതിസന്ധിയിലാണ്, അമർഷം കടിച്ചമർത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ എന്ന് പറയുന്നത്. വി ഡി സതീശനാണ് കഴിഞ്ഞ ഈ സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദത്തിന് തുടക്കമിട്ടത്. ആ ചർച്ചകൾക്ക് തന്നെ തുടക്കമിട്ടത് വി ഡി സതീശനായിരുന്നു. പക്ഷേ ഇപ്പോൾ മിണ്ടാട്ടമില്ലാതെ നോ കമൻസ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സതീശൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, താൻ ചെറിയ തങ്ങളൊക്കെ ചെറിയ നേതാക്കളാണ്, ശശി തരൂർ വലിയ ആളല്ലേ എന്ന് പറഞ്ഞിരുന്നു. ആ വലിയ ആളിൻ്റെ വില ഒരുപക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ മനസ്സിലാക്കുന്നുണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ശശി തരൂർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു, നിലപാട് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്, തനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്, അതൊക്കെ പുറത്തു വരുമ്പോൾ കാണാം എന്നുള്ളൊരു വെല്ലുവിളി അന്നേ നടത്തിയിരുന്നു. ആ വെല്ലുവിളിയുടെ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിലെ എല്ലാ നേതാക്കളെയും വലിയ തരത്തിൽ അസ്വസ്ഥരാക്കുന്ന ഒരു നിലപാട് ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര നേതൃത്വവുമായി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി തന്നെ നേരിട്ട് ഒരു അടച്ചിട്ട മുറിയിലിരുന്ന് ചർച്ച നടത്തുന്നു. അതിൽ പോലും കേരള നേതാക്കൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് ശശി തരൂർ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇത് കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശശി തരൂർ തന്നെ പറയുന്നത് പോലെ തന്നെ ശശി തരൂർ എന്ന ഒരു UN അണ്ടർ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയോടുള്ള ഒരു ആരാധന, മറ്റു തരത്തിലുള്ള അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം ഒക്കെ ജനങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൂടി മുമ്പോട്ട് വെച്ചാണ് താൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തയ്യാറാണ് എന്നുള്ള സൂചന തന്നെയാണ് നിലവിൽ നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് 15 മാസത്തോളം മാത്രം ബാക്കിയിരിക്കുന്ന ഘട്ടത്തിൽ താനും കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടത്തുന്നത് ശശി തരൂർ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ലേഖനം എഴുതിയതിന് ശേഷം വലിയ വിവാദമൊക്കെ ഉണ്ടായി. അത് വലിയ തിരിച്ചടി കോൺഗ്രസിന് തന്നെ
തന്നെയാണ്, UDF-നാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മറ്റ് നേതാക്കളൊക്കെ ആ വിമർശനങ്ങൾ കുറയ്ക്കുകയും ഇദ്ദേഹത്തെ ഉപദേശിക്കുന്ന ലെവലിലേക്കൊക്കെ മാറുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഈ ഒരു ലേഖനം കൂടി വന്നതോടുകൂടി, അഭിമുഖം കൂടി വന്നതോടുകൂടി ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശശി തരൂരിൻ്റെ മനസ്സിലിരിപ്പ് മറ്റൊന്നാണ്, കേരളത്തിൽ കൂടി സജീവമാവുക എന്നുള്ളത് തന്നെയാണ് ശശി തരൂർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. അത്തരം അദ്ദേഹത്തോട് അനുകൂലിക്കുന്ന അടുത്ത് നിൽക്കുന്ന നേതാക്കളൊക്കെ അതിനുള്ള സൂചന നേരത്തെ നൽകുകയും ചെയ്തിട്ടുണ്ട്. കെ സുധാകരൻ്റെ ഒരു അനുഗ്രഹിച്ചുകൂടി ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം ശശി തരൂരിനെ അനുകൂലിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച് വരികയായിരുന്നു. നേരത്തെയും ലേഖനം എഴുതിയ ഘട്ടത്തിലുമൊക്കെ സുധാകരൻ ഒരു ഭയപ്പെടുത്തിയിട്ടുള്ള പ്രതികരണം മാത്രമാണ് ആ വിഷയത്തിൽ നടത്തുകയും ചെയ്തത്. എന്തായാലും കേരള രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്ക് ഒക്കെ പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ശശി തരൂരിനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തി മുമ്പോട്ട് പോയാൽ എങ്ങനെയിരിക്കും എന്ന ചോദ്യം പല നേതാക്കളും ചോദിക്കുന്നുണ്ട്. അത് പ്രധാനമായും വലിയ തിരിച്ചടി ആവുക അത് വി ഡി സതീശന് തന്നെയായിരിക്കും. വി ഡി സതീശനെ ഒളിയമ്പ് ഒക്കെ വി ഡി സതീശന് എതിരായിരുന്നു ശശി തരൂർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശന് വലിയ തരത്തിലുള്ള അമർഷം ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. ശരത്ത്, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വിജിൻ, ഇപ്പോൾ ഈ നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾ തരൂരിനോട് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന പുതിയ നേതൃത്വത്തിന് കെ സുധാകരൻ വളരെ തന്ത്രപരമായി അതുകൊണ്ട് തന്നെ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. കുറേ കൂടി അനുനയത്തിൻ്റെ, സമവായത്തിൻ്റെ ഒരു ഭാഷയാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. പക്ഷേ കേന്ദ്ര ഹൈക്കമാൻഡിനോടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിലുള്ളത്. അതിലൊന്ന്, കേരളത്തിൽ എന്താണ് തൻ്റെ റോൾ എന്ന് കൃത്യമായി ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് പറയേണ്ടതുണ്ട്. മാത്രമല്ല ശ്രദ്ധിച്ചാൽ അറിയാം, രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് അദ്ദേഹവും രാഹുൽ ഗാന്ധിയും മാത്രം പങ്കാളികളായിരുന്ന മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് എന്തെങ്കിലും തൽക്കാലം പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ അതിൽ നിന്ന് വേറെ തരത്തിൽ അദ്ദേഹത്തെ ശകാരിച്ചു, അതൃപ്തി രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തി എന്നൊക്കെ തരത്തിലേക്കുള്ള വാർത്തകൾ വേറെ തരത്തിൽ വരുന്നതിനോ ഉള്ള സാധ്യതയെ തടഞ്ഞുകൊണ്ടാണ് തരൂർ അന്ന് തന്നെ ഒരു പൊസിഷൻ സ്വീകരിച്ചത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള മീറ്റിങ്ങിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യം, അദ്ദേഹത്തിന് പറയുമ്പോൾ പാർലമെൻറ്റിൽ അദ്ദേഹത്തിനെ പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷനാക്കിയിട്ടുണ്ട്, അതുപോലെ പ്രവർത്തക സമിതി അംഗമാണ്. പക്ഷേ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ പൊളിറ്റിക്കലി ഉപയോഗിക്കുന്നില്ല, അവസരങ്ങൾ വേറെ തരത്തിൽ കൂടുതലായി നൽകുന്നില്ല. അതിനേക്കാൾ ഉപരി പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. സർക്കാരിനെ പ്രതിരോധിക്കുന്നതിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന മുഖമായി അവതരിപ്പിക്കും എന്ന നിലയിലുള്ള, അല്ലെങ്കിൽ കഴിയുമായിരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായി ഒഴിവാക്കുന്നു. അപ്രധാനമായ രാഷ്ട്രീയ ചർച്ചകളിൽ പോലും അദ്ദേഹത്തെ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതെല്ലാം അറിയിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പലതവണ കാണാൻ ശ്രമിച്ചിട്ടും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതെല്ലാം ഇവരുടെ 1-to-1 മീറ്റിങ്ങിൽ തരൂരിൻ്റെ ഭാഗത്തു നിന്ന് പോയിട്ടുള്ള ശക്തമായ വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇക്കാര്യങ്ങളിലുള്ള പരാതികളുമാണ്. അത് കേട്ടതല്ലാതെ കൈകൊടുത്ത് പിരിഞ്ഞതല്ലാതെ അതിലേതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഒരു നിലപാടും വന്നിട്ടില്ല. വിജിൻ, അതൊക്കെ കൊണ്ടുകൂടിയാണ് ACC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അക്കാര്യത്തിൽ കൂടുതൽ അസ്വസ്ഥനാകുന്നത്. നേരത്തെ വിജിൻ പറഞ്ഞതുപോലെ നോ കമൻസ് എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ട്. കാരണം അങ്ങേയറ്റം അസ്വസ്ഥമാണ് തരൂരി പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ആ ടീമിനെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. കേരളത്തിലൊരു നേതാവില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ വോട്ട് കൊണ്ട് UDF 26-ലും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം ഉണ്ടല്ലോ. പക്ഷേ ഇത് പുറത്ത് പ്രകടിപ്പിക്കാനും വയ്യാത്ത അവസ്ഥ. വിജിൻ പറഞ്ഞ പോലെ ഇതിനി കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അടക്കമും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്, നേതൃയോഗം എന്ന് വാർത്ത കണ്ടു. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ തരൂരിനെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാനുള്ള റോളോ സ്കോപ്പോ ഉണ്ടോ? ശരത്ത്, നിലവിൽ ഈ 15 വർഷത്തോളമായി MP സ്ഥാനം ഒക്കെ വഹിക്കുന്നെങ്കിലും കേരളത്തിൽ കൃത്യമായ പരിഗണന ശശി തരൂരിന് ലഭിക്കാറില്ല. ഈ രാജ്യത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലുള്ള പരിഗണന അവിടെയും ലഭിക്കാറില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. കാരണം ഇത്രയും ഒരു UN അണ്ടർ സെക്രട്ടറി ലെവലിൽ ഒക്കെ ഇരുന്ന ഒരു നേതാവ്, അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യവും സാധ്യതയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉപയോഗപ്പെടുത്താറില്ല. ഇപ്പോൾ കേരളത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ ശശി തരൂരിന് തൻ്റെ സ്ഥാനം എന്താണ് എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രവർത്തക സമിതി അംഗമാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച വോട്ടുകളുടെ കണക്കുണ്ട്. അങ്ങനെ പ്രവർത്തക സമിതി അംഗമാക്കി എന്നതിൽ ഉപരി മറ്റൊരു റോളും തനിക്കില്ല എന്നുള്ള ബോധ്യം ശശി തരൂരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ശശി തരൂരിൻ്റെ നീക്കമെന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് വി ഡി സതീശൻ തന്നെയാണ്. ഇക്കാര്യത്തിൽ വി ഡി സതീശനാണ് തന്നെ ഒരു റോളും തരാതെ മാറ്റി നിർത്തുന്നത് എന്ന അഭിപ്രായം ശശി തരൂരിന് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിനെതിരായ ഒരു യുദ്ധപ്രഖ്യാപനം
തന്നെയാണ് ശശി തരൂർ നിലവിൽ നടത്തിയിരിക്കുന്നത്. അത് തുടരാൻ തന്നെയാണ് ശശി തരൂരിൻ്റെ നീക്കം എന്നാണ് അറിയുകയും ചെയ്യുന്നത്. കേരളത്തിൽ കൂടുതൽ സജീവമാവുക എന്ന നിലയിലേക്ക് തന്നെ എത്തുന്നു. അത് അസ്വസ്ഥനാക്കുന്നത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തന്നെയാണ്. അതിൻ്റെ അമർശമാണ് അദ്ദേഹം പറയാതെ പറയുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനാവുകയും പ്രകോപിതനാവുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ശരീരഭാഷയിൽ നോ കമൻസ് ആണെങ്കിൽ പോലും അത്തരം ഒരു അമർശം ഉണ്ട്. അത് മറ്റ് നേതാക്കൾക്കുമുണ്ട്, വി ഡി സതീശന് മാത്രമല്ല മറ്റു നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കം എന്താകും ശശി തരൂരിൻ്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. തനിക്ക് മറ്റ് മാർഗങ്ങളുണ്ട് എന്നുകൂടിയുള്ള സൂചനയും ശശി തരൂർ ഈ അഭിമുഖത്തിൽ നൽകിയിട്ടുണ്ട്. അതിനർത്ഥം ഈ രാജ്യത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുമായി അടച്ചിട്ട മുറിയിൽ നടത്തിയ ചർച്ചയിലും തനിക്ക് അനുകൂലമായൊരു നിലപാട് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് അത് നൽകുകയും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിലേക്ക് കൂടുതൽ സജീവമാകാനുള്ള നീക്കം ശശി തരൂർ നടത്തുന്നു. അത് കുറച്ച് കാലമായി അതിനുള്ള ആലോചനകളൊക്കെ ശശി തരൂർ തുടങ്ങുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഉള്ള യാത്രകൾ നടത്തി പല സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി മുസ്ലിം ലീഗുമായി ഉള്ള ഒരു അടുപ്പം നിലനിർത്താനുള്ള ശ്രമം നടത്തി. ഒപ്പം തന്നെ മുൻപത് ചെയ്തിരുന്നു വിജിൻ സൂചിപ്പിച്ചതുപോലെ മുൻപത് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ തനിക്ക് ഒരുപാട് വഴികളുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ഓർക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് വിട്ടോ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലാകാം. പക്ഷേ എന്തുവാകാം, പാർട്ടിക്ക് അകത്തു നിന്നുള്ള മറ്റ് സാധ്യതകൾ തേടലാകാം, ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നതാകാം, അല്ലെങ്കിൽ പാർട്ടി വിടുന്നതും അതിലെ മറ്റൊരു ഓപ്ഷനാണ്, എന്തു ആവട്ടെ. അപ്പോൾ ഏതായാലും അത് ഹൈക്കമാൻഡിന് മുൻപാകെ അക്കാര്യങ്ങൾ വെക്കുന്നു, അത് തുറന്നു പറയുന്നു. വിജിൻ സൂചിപ്പിച്ചില്ല, അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. ഹൈക്കമാൻഡ് വലിയ തോതിൽ സമ്മർദ്ദത്തിലാകുന്ന, പ്രതിരോധത്തിലാകുന്ന സാഹചര്യം തരൂർ സൃഷ്ടിച്ചിരിക്കുകയാണ്. ശരി, നന്ദി വിജിൻ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്.